പ്രിയപ്പെട്ടവരെ, ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ തെറ്റിനെ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷെ ദൈവം ചിലപ്പോൾ ആ തെറ്റ് അയാളിൽ എങ്ങനെയാണ് വന്നത് എന്നും കൂടെ കാണും. മധ്യപ്രദേശിൽ ഒരു ചോറ് ഗ്രാമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എല്ലാവരും തൊഴിലെടുക്കുന്നത് മോഷണമാണ്. അവിടെ ഉള്ളവരൊക്കെ മോഷ്ടിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ഇങ്ങനെ എന്തെങ്കിലും വണ്ടിയൊക്കെ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടയറും അതിൻ്റെ പാർട്സും ഒക്കെ അവർ ഊരി എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. അങ്ങനെ തൊഴിലാണെന്ന് മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ 2 ദിവസം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കും. നമുക്കറിയാം അത് മോഷണമാണെന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജോലിയായിട്ടാണ് അമ്മ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ എല്ലാ പല പാപ മേഖലകളിലുണ്ട്. നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ ശരിയെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുക. ഇവിടെ ഒരാൾ ദൈവത്തിലേക്ക് വരുമ്പോൾ അയാൾ സെൽഫ് റിഫ്ലക്ഷന് തയ്യാറാവുകയും സ്വന്തമായിട്ട് തിരുത്തലിന് തയ്യാറാവുകയും സ്വയം വിലയിരുത്താൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ, എളിമപ്പെടുമ്പോൾ അയാൾക്ക് അയാളുടെ പാപങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുകയും അങ്ങനെ ആ പാപബോധത്തിൽ നിന്നുകൊണ്ട് അയാൾ ഇതൊക്കെ പാപമായിരുന്നല്ലേ എന്നൊരു തിരിച്ചറിവിലേക്ക് വരികയും, ചില കാര്യങ്ങൾ കേട്ടോ, ചിലതൊക്കെ മോറലായിട്ട് നമുക്ക് അറിയാം അത് തെറ്റാണെന്നൊക്കെ, പക്ഷെ ചിലത് നമ്മുടെ തളക്ക ദോഷങ്ങൾ എന്നൊക്കെ പറയും, നമ്മളെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളിലേക്ക് വന്നിട്ടുള്ള ചില പാപാവസ്ഥകളുണ്ടാവും. അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുകയും ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് പിന്നെ പാപം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണോ അതോ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ ഈ മനസ്സിലേക്ക് വന്നിട്ടുള്ള തെറ്റാണോ എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അൺനോയിങ്ലി ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ അവർ ക്രൂവലായ മനുഷ്യരാകുന്നതിന് പുറകിൽ അവരുടെ ചൈൽഡ്ഹുഡിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വളരെ ഒരു മോശം സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളുടെ മാനസിക അവസ്ഥയിൽ അതൊക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരാളെ ദൈവം കാണുന്നത് വളരെ കരുണയുള്ളതും ആളായിട്ടാണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈശോയെ, ഇയാൾ ഈ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇതുപോലൊരു പാർട്ട്ണറെ കൊടുത്തത്? അപ്പം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് വിവാഹം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ട്ണർ കൊടുത്തത്? ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ള ബോധ്യം അയാൾക്കില്ല. അയാൾ ജനിച്ചു വന്ന സാഹചര്യത്തിൽ അയാളിൽ എങ്ങനെയൊക്കെ വന്നു കയറിയ ഒരു സംഭവമാണ്. പക്ഷെ മറ്റേ ആൾ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ആള് ഇത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ് അയാൾ അതൊക്കെ വിട്ട് ഈ പാർട്ട്ണറിന്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ഈ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ അയാൾ സ്വയം തിരുത്തി വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കണം, നിങ്ങളുടെ നന്മയായ സ്വഭാവം അവരെ മാനസാന്തരപ്പെടുത്തുമെന്ന്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാപബോധം ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ ഒരു ദൈവിക കൃപ പ്രവർത്തിക്കണം. പക്ഷെ ചില മനുഷ്യർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഈ പാപബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത്തരം സിറ്റുവേഷനുകളിൽ ദൈവം ഈ അനുഭവിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇത്തരം മനുഷ്യരിൽ നിന്നും മോശം കാര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളോട് ദൈവം നീതിപൂർവമായി പ്രവർത്തിക്കും. അവരനുഗ്രഹിച്ച് ഉയർത്തും. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അനുവദിച്ചു കൊടുക്കും. മനസ്സിലായോ? അതായത് ഒരു വ്യക്തി നിങ്ങളെ വളരെ മോശമായി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അയാൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നതാണോ അതോ അയാൾ തെറ്റായ കാര്യങ്ങൾ കണ്ടും കേട്ടും അയാൾ ഇതൊക്കെ ശരിയാണെന്ന് കരുതിയിട്ട് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതാണോ? അയാൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും മോശം അനുഭവങ്ങളുടെ ഇതായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കരുണ നിഷേധിക്കപ്പെട്ടു, അദ്ദേഹത്തിന് ആരും നന്നായി നോക്കിയില്ല, സ്നേഹിച്ചില്ല, അതിന്റെ ഭാഗമായിട്ട് അയാളിൽ ഉണ്ടായിട്ടുള്ള ചില സ്വഭാവ ദോഷങ്ങൾ, സ്വഭാവ പ്രശ്നങ്ങൾ, അതുകൊണ്ട് അയാൾ നിങ്ങളോട് ഇടപെടുന്നതാണോ എന്ന് കർത്താവ് നോക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പോരായ്മയും കുറവുകളും ഉള്ളവരോട് കൂടെയും നമ്മൾ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. അവർക്ക് അറിയില്ല അവരെന്താണെന്നും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നും അവർക്ക് അറിയത്തില്ല. സോ നമ്മൾ അവിടെ നമ്മുടെ സ്നേഹത്തെ മറ്റേ ആളവിടെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു മാറ്റം ഇയാൾക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു ദമ്പതികളിൽ ഉണ്ടായ പ്രശ്നമാണ്, ഈ മറ്റേ ആളുടെ ഒരു ഈഗോ വർക്ക് ചെയ്തിട്ട് നിരന്തരം ഇങ്ങനെ പാർട്ട്ണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ കുറ്റപ്പെടുത്തൽ ഏറ്റ് ഈ പെൺകുട്ടി വിഷാദത്തിലേക്ക് പോവുകയാണ്. പിന്നെ മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഒരു ദിവസം ഈ ചീത്ത പറയുന്ന ഈ ഹസ്ബൻഡിന്റെ മാനേജർ ഇയാളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്.
അപ്പം ഇയാൾക്കൊരു ബോധം ഉണ്ടാവുകയാണ്, അയ്യോ ഞാൻ ഇത് തന്നെയല്ല എൻ്റെ വൈഫിനോട് ചെയ്തതെന്ന്. ആ ഒരു തിരിച്ചറിവുണ്ടായ സമയത്ത് ഈ ഹസ്ബൻഡ് ഈ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആള് തൻ്റെ ഭാര്യയോട് തിരിച്ചറിവ് കൊണ്ട് വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുവാണ്. അപ്പൊ ഭാര്യ ഈ ഒരു സ്വഭാവം കാരണം വിവാഹമോചനത്തിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ച് നിന്നിരുന്നതാണ്. പക്ഷെ ഈ ഹസ്ബൻഡിന്റെ ഈ ഒരു മാനസാന്തരം അല്ലെങ്കിൽ കുറ്റബോധം അയാൾക്ക് തിരിച്ചറിവുണ്ടായത് ഭാര്യ അയാൾക്ക് പിന്നെയും അയാളോട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സഹിച്ചും സഫർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് താൻ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം കിട്ടി അയാളത് സ്വയം തിരുത്തും. അപ്പൊ ദൈവം ഇത്തരം മേഖലകളിൽ കരുണയോടുകൂടിയാണ് ഇടപെടുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഉപേക്ഷിച്ച് പോകണമെന്നോ അല്ലെങ്കിൽ അപ്പം തന്നെ ഇല്ല അയാൾ എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കണം, അത് എങ്ങനെയാണ് അയാൾ വന്നത്. അതൊക്കെ പ്രത്യേകിച്ച് മാരേജിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ആ ആത്മാവിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരാളെ നമ്മളെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ എന്താ പറയുക, പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പോകാൻ സാധിക്കത്തില്ല. അയാളുടെ സോളിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ കൂടെ കണക്ഷനാണ് മാരേജ്. അപ്പം അയാളുടെ ആത്മാവിനെ കൂടെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അയാളുടെ ആത്മാവ് നശിക്കാതിരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പം അതെന്തുകൊണ്ട് അയാൾ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടാണോ അയാൾ ഇത്ര മോശം ബിഹേവ് ചെയ്യുന്നത്, അതോ അയാൾക്കൊരു ബാഡ് ലൈഫ് ഉണ്ടായിരുന്നത് കൊണ്ടാണോ, അയാളുടെ പാരൻസിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും മുറിവാണോ, ലൈഫിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായതാണോ, ഇത് അയാളുടെ കൂടെ നിന്ന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അയാളെ സഹായിച്ച് അയാൾ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അയാളുടെ ആത്മാവ് നശിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടത്തില്ല. അത് എത്രത്തോളം അതിന് നിങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ആ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പോകണം. അതിനു വേണ്ടി സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. അതായത് ഒരാളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, ആ ശ്രമത്തിൽ ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിച്ചിട്ട് അയാളുടെ മാറ്റത്തിനും മാനസാന്തരത്തിനും അയാളുടെ വിശദീകരണത്തിനും വേണ്ടി നിങ്ങളെ സഹായിക്കുന്നു. അത് ആര് വേണമെങ്കിലും ആവാം, സ്ത്രീയാവാം പുരുഷനാവാം. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഇയാളിൽ നിന്നുണ്ടാകുന്ന മോശം എക്സ്പീരിയൻസുകൾ ഫേസ് ചെയ്യുന്ന നിങ്ങൾക്ക് അവിടെ എന്ത് ന്യായമാണ് കിട്ടുന്നത്? കാരണം ഇയാളുടെ മനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ സഫർ ചെയ്യാവുന്ന ഡിസിഷൻ എടുത്തു, പക്ഷെ നിങ്ങൾക്ക് ഇയാളുടെ അന്യായപരമായിട്ട് ഇയാൾ നിങ്ങളുടെ മോശം ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ന്യായമാണുള്ളത്? ഇവിടെ ദൈവത്തിന് ശക്തമായ പ്രൊട്ടക്ഷനും കെയറും സ്നേഹവും കരുതലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളോട് ദൈവം ഒരു കുരിശ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുരിശ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആ കുരിശിന്റെ കൂടെ ദൈവം നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. ആ കുരിശ് നിങ്ങൾ അങ്ങനെ മുഴുവൻ ഭാരമൊന്നും എടുത്തിട്ടില്ല, അത് കുറേയൊക്കെ എടുത്തേക്കുന്ന കർത്താവ് തന്നെയാണ്. അപ്പോൾ ആ കുരിശ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിൽ നിങ്ങളുടെ മനസ്സിനെ സ്റ്റേബിളായിട്ട് നിർത്താനും നിങ്ങൾക്കൊരു ശക്തി കിട്ടാനും നിങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ള പ്രത്യാശ തരാനും ഒക്കെ ദൈവം നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കും. ഈ ഒരു കുരിശ് എടുത്തുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്ക് ഇപ്പുറത്ത് വരത്തില്ല. ഇതാണ് ദൈവം ഏൽപ്പിക്കുന്ന കുരിശുകളുടെ പ്രത്യേകത. ദൈവമാണ് ഈ വ്യക്തിയുടെ ആത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്കത് ഒരു നാശം അവിടെ സംഭവിക്കത്തില്ല. അപ്പം ഒരാളുടെ ആത്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടി നിങ്ങൾക്ക് തരുന്ന ഒന്നാണ് റിലേഷൻഷിപ്പുകൾ, മാരേജ്. അത് ദാമ്പത്യം മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ആത്മാവിൻ്റെ മേൽ നിങ്ങൾക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അതായത് അവരുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒഴികഴിവില്ല. പക്ഷെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഇവർ ഒരാളുടെ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റയാൾ സഫർ ചെയ്യുന്നു. സഫർ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം പ്രത്യേകമായി സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ബാഡ് ബിഹേവിയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, പാപത്തിലായിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും അയാൾ തെറ്റ് ഇല്ല എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കള്ളമാണ്. അങ്ങനെ ഒരിക്കലും വരില്ല. ഇവിടെ ഒരാൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഹൃദയത്തിൻ്റെ ഇങ്ങനെ ഡോറിൽ തട്ടുന്നുണ്ട്. എൻ്റെ ഭാര്യ സഫർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാളെന്നറിയാം, അപ്പോൾ ഭാര്യ കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, മക്കളെ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അയാൾ ഫുൾ ടൈം വെള്ളം കുടിച്ച് മദ്യപിച്ച് നടക്കുമല്ലോ. ആൾ മദ്യമൊക്കെ കെട്ടിറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഭാര്യ ഇത് സഫർ ചെയ്യുന്നുണ്ടെന്നും മക്കൾ ഇത് സഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഏതൊരു പാപമേഖലയിലുണ്ട്. നമ്മുടെ ബിഹേവിയറൽ ഇഷ്യൂസ് മൂലം നമ്മുടെ സ്വഭാവത്തിൻ്റെ പാപാവസ്ഥകൾ മൂലം എൻ്റെ കൂടെയുള്ള ആൾ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം മിക്കപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ട്.
സോ ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട് സഹിക്കുന്നെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ചേഞ്ച് ആവുക എന്നുള്ളത്. ഞാൻ ഇവിടെ ചേഞ്ച് ആവില്ല എന്ന് തീരുമാനിക്കാം. അവൾ അവിടെ കിടന്ന് സഫർ ചെയ്തോട്ടെ, ഇത് ഞാൻ ചേഞ്ച് ആവില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അവൾ സഫർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കാം എൻ്റെ ഹസ്ബൻഡ് അല്ല, അയാൾ അനുഭവിക്കട്ടെ, അയാൾ അവിടെ കിടന്ന് അനുഭവിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ, ഞാൻ തോന്നിയ പോലെ ജീവിക്കുള്ളൂ, ഒരു മാറ്റം ഞാൻ വരുത്തില്ല. കുട്ടികൾക്ക് വേണ്ടി മാറ്റം വരുത്തില്ല, പാർട്ട്ണർക്ക് വേണ്ടി മാറ്റം വരുത്തില്ല, സൊസൈറ്റിയിൽ ഇതിന് പ്രശ്നങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്തില്ല, ഒന്നും അയാളെ മാനസാന്തരപ്പെടുത്തുന്നില്ല. കഠിന ഹൃദയനായി പോവുകയാണ്. അത് വല്ലാത്ത ഒരു ഇരുട്ടിലേക്കുള്ള പോക്കാണ്. അത് നിങ്ങളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ കൊട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആരെങ്കിലും കൊട്ടുന്നുണ്ടെങ്കിൽ ടേക്ക് ദാറ്റ് കോൾ. നിങ്ങളത് ഏറ്റെടുത്ത് സ്വയം തിരുത്തുക. ഇല്ലെങ്കിൽ അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കഠിന ഹൃദയമാവുകയാണ് ചെയ്യുന്നത്. ഹൃദയം കഠിനമാവുകയാണ്. കല്ല് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഭാര്യ അവിടെ കരയുന്നുണ്ട്, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, ഇപ്പം ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ വിഷമിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട്, അതെനിക്ക് എന്നിൽ നിന്ന് വന്ന കുട്ടികളാണ്. ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രം. ഹൈലി ഈഗോയിസ്റ്റിക് ആയ മനുഷ്യന്മാർക്ക് ഇതുണ്ടാവും. കഠിന ഹൃദയരായി മാറുവാണ്. പിന്നെ അവരിൽ വെറുപ്പ് നിറയാൻ തുടങ്ങും. അവരാണ് ശരി, അവരാണ് രാജാവ് എന്ന് വിചാരിക്കും. അവർക്ക് ദൈവഭയം നഷ്ടപ്പെടും. ദൈവമുണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെയും നിങ്ങളെയൊക്കെ തിരുത്തണം എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? ഇങ്ങനെ കഠിന ഹൃദയരാവുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് തന്നെയാണ് യൂദാസിന് സംഭവിച്ചത്. പത്രോസ് കഠിന ഹൃദയനായില്ല, മറിച്ച് അയാളുടെ നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടല്ലോ, അത് നമ്മളെ തകർക്കും, നമ്മളെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെടാൻ പത്രോസ് അനുവദിച്ചു. പത്രോസ് അയാളുടെ ഹൃദയം തകരാൻ അനുവദിച്ചു. അയാൾ തെറ്റ് ചെയ്തത് കൊണ്ട്, അയാൾ കുറ്റബോധം കൊണ്ടും വിഷമം കൊണ്ടും കരഞ്ഞു. അപ്പൊ അയാൾ അവിടെ തന്നെ എളിമപ്പെടുത്തി. തൻ്റെ ഈഗോ അല്ല അവിടെ, തൻ്റെ ഈഗോ ഇത്രയും വലിയ ആളാണ്, ഇത്ര നാളെ കൂടെ നടന്നതാണ്, ഞാൻ തള്ളി പറഞ്ഞു, ഞാൻ ശരി തന്നെ ചെയ്തു, ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ അയാൾ വാദിച്ചുകൊണ്ട് നിന്നില്ല. അയാൾ പറഞ്ഞു, നിനക്ക് അറിയാലോ കർത്താവേ, ഞാൻ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയാലോ കർത്താവ്. എല്ലാ ഈഗോയും കളഞ്ഞ് അയാൾ ആ ദൈവത്തിൻ്റെ ആ ഒരു വിളി കേട്ടു. ചില മനുഷ്യരിത് കേൾക്കുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യരെല്ലാം പിന്നീട് വല്ലാത്തൊരു ഇരുട്ട് അവരെ പിടിപെടുന്നുണ്ട്. പലപ്പോഴും നമുക്കിത് കാണാൻ പറ്റും. ഇയാള് ഒരു നാശത്തിന്റെ ഒരു വഴിയിലാണ് നമുക്ക്, പക്ഷെ നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആണ്, നമുക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല. ഈ ഗതി ആർക്കും വരാൻ കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ദൈവമല്ല. യൂദാസിന്റെ ഗതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. സ്വയം എളിമപ്പെടുകയും സ്വയം ഈഗോയെ ഹേർട്ടാവും. നമ്മൾ തെറ്റ് ചെയ്തെന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് ഈഗോ ഹേർട്ടാവും. നമുക്കൊരു വീഴ്ച പറ്റിയ പോലെ തോന്നും, നമുക്കൊരു തളർച്ചയാണത്. നമുക്കൊരു ചമ്മലും മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ മൊമെന്റ് അല്ല ഏറ്റവും വേസ്റ്റ്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ട്, ഒരു വല്ലാത്ത നാണക്കേടുണ്ട്, ഒരു ചമ്മലുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്നുള്ള ഒരു അവസ്ഥ. അത് അക്സെപ്റ്റ് ചെയ്യണം. അത് എനിക്ക് തെറ്റുപറ്റി, അതല്ല ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. ഞാൻ വട്ടപൂജ്യമായി പോയി. ഞാൻ തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ ആകെ നാണം കെട്ട് ഞാൻ വട്ടപൂജ്യമായി പോയി, എനിക്കൊരു വിലയും നിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പക്ഷെ അതൊന്നും അല്ല മോശമായ അവസ്ഥ. പകരം ചെയ്ത തെറ്റ് അംഗീകരിക്കാനുള്ള മടി കൊണ്ട് നിങ്ങൾ ഹൃദയം കഠിനമാക്കിയിട്ടേ ഞാൻ ചെയ്ത് തെറ്റാണ്. നമുക്ക് ഉള്ളിലറിയാം ശരിയാണ്, നമ്മൾ ചെയ്ത് തെറ്റാണ്, പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് പിന്നെയും അതിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് പിന്നെ നമ്മളോട് കരുണ കാണിക്കാൻ പറ്റണമെന്നില്ല. അവരുടെ കാര്യം നോക്കി ബൈ പറഞ്ഞു പോകും. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും അവർ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കഠിന ഹൃദയമായിട്ട് നിൽക്കുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പിന്നെ നിൽക്കത്തില്ല. പിന്നെ ഈശോ യൂദാസിനെ യൂദാസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു തിരിച്ചു വരേണ്ടത്. പക്ഷെ യൂദാസ് ഹൃദയം കഠിനമാക്കി. യൂദാസിന് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാലോ. അയാളിൽ നിറഞ്ഞത് ഇരുട്ടാണ്. കാരണം അയാൾ തയ്യാറായില്ല. ഒരു മെന്റൽ ബ്രേക്ക് ആവാൻ വേണ്ടി അയാൾ തയ്യാറായില്ല. തന്നെ എളിമപ്പെടുത്താൻ അയാൾ തയ്യാറായില്ല. തൻ്റെ ആ ഒരു എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള അവസ്ഥയിലേക്ക് വരാൻ അയാൾ തയ്യാറായില്ല. അയാൾ ഹൃദയം കഠിനമാക്കി. നഷ്ടങ്ങൾ അയാൾക്ക് തന്നെയാണ് ഉണ്ടായത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞാൻ 1-2 ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് തെറ്റ് ഏറ്റു പറയുമ്പോൾ പലതും സംഭവിക്കുന്നേ. ആ തെറ്റ് ഏറ്റു പറയുമ്പോൾ പലതും സംഭവിക്കും. നമ്മുടെ സൽപ്പേര് പോവും, നമ്മളെല്ലാവരും കല്ലെറിയും, എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് പൊക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാൾ പ്രശ്നമാണ് നിങ്ങൾ ആ പാപത്തിനെ ശരിയെന്ന് വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പാപാവസ്ഥയെ നിങ്ങൾ കഠിനഹൃദയരായി തുടങ്ങി കഴിഞ്ഞാൽ നാശമായിരിക്കും നമുക്കുണ്ടാവുക. നമുക്ക് തിരിച്ചു വരൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. പല ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഞാനും ചിന്തിക്കേണ്ടതാണ്, ദൈവം എന്നെ
ഇപ്പൊ ഇതൊക്കെ നിങ്ങളോട് പറയുന്ന ഒരാളല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റുള്ളവരോട് പറയുന്ന ഒരാളാണ്, സോ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഞാൻ പൊട്ടി തകർന്ന നിമിഷങ്ങളുണ്ട്, തെറ്റുപറ്റി പോയല്ലോ എന്ന് നിലവിളിച്ച നിമിഷങ്ങളുണ്ട്. ആ നിലവിളിയല്ല ഏറ്റവും നാണക്കെട്ട അവസ്ഥ. എൻ്റെ പാപത്തെക്കുറിച്ചൊരു ബോധം ഇല്ലാത്തതാണ്. ആ ബോധം ഇല്ലാത്ത അവസ്ഥ എനിക്ക് നാശമാണ്. അവിടെ എൻ്റെ നാശം ആരംഭിക്കും. അതെ, ഇപ്പം ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്, പാർട്ട്ണർ ഉപേക്ഷിച്ച് പോയി, മക്കളും വരുന്നില്ല, എന്നാലെല്ലാം കടുംപിടുത്തം തന്നെ, കടുംപിടുത്തം. മറ്റേ സ്ഫടികം സിനിമയിലെ ചാക്കോമാഷ പോലെ കടുംപിടുത്തം തന്നെ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ പോലും പ്രത്യാശയില്ലാതെ ജീവിതം വല്ലാതെ ഇരുട്ടിലായി പോകും. അവർക്ക് പിന്നെ ഒരു തിരിച്ചുവരവില്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. യുദാസിന്റെ അവസ്ഥ നമുക്കുണ്ടാവരുത്. നമുക്ക് പത്രോസുമാരാവാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് ഇടയ്ക്ക് വിചിന്തനം ചെയ്യാം. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കുമ്പസാരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ സ്വയം വിലയിരുത്തുക. എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ? ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ എൻ്റെ തന്നെയാണോ തെറ്റ്? എളിമപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, പക്ഷെ എളിമപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് നാശം ഉണ്ടാവാൻ പോകും. പിശാച് നിങ്ങളിൽ ആധിപത്യം പുലർത്തും. പാപബോധമില്ലാത്തതാണ് ഏറ്റവും മോശം അവസ്ഥ. അത് നിങ്ങളിൽ ആധിപത്യം പുലർത്തും. അത് പിന്നെ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പിശാചിന്റെ വക്താവായിട്ട് മാറും. അത് നിങ്ങളെ ഒരു മോശം ആളാക്കി മാറ്റും. സോ കഠിന ഹൃദയരാകാതിരിക്കട്ടെ. അവനവനെ തന്നെ വിലയിരുത്തിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആരോടും പറയണ്ട. മസാലക്കൂട്ടിൽ പറയും, ഈശോയോട് മാത്രം പറയാം. അങ്ങനെ വിലയിരുത്തിയിട്ട് പത്രോസിനെ പോലെ നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വരണം. യുദാസിനെ പോലെ അനുദപിക്കാൻ മടിച്ചിട്ട് നാശത്തിലേക്ക് പോകരുത്. ഇനി ഈ കഠിനഹൃദയരായ മനുഷ്യർക്ക് വേണ്ടി പിന്നെയും സഫർ ചെയ്യണോ, കാത്തിരിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വല്ലാത്ത ചോദ്യമാണ്. അത് ഒരു വ്യക്തിപരമായ ഉത്തരമേ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കൂ. അതിന് ഒരു പൊതു ഉത്തരം പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, കഠിനഹൃദയരായ മനുഷ്യർക്ക് മരണത്തിന് തൊട്ട് മുമ്പ് വരെ മാനസാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാളെ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും മാനസാന്തരത്തിൽ ആ വ്യക്തിയോട് സമ്മതിക്കണം കേട്ടോ. അപ്പൊ കഠിനഹൃദയരായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. അപ്പൊ ഇയാൾ എപ്പോൾ മാനസാന്തരത്തിലേക്ക് വരുമെന്നോ എപ്പോൾ നമ്മുടെ സഫറിങ്സ് കണ്ടിട്ട് ഇയാൾ ഒരു ചേഞ്ച് ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില മനുഷ്യർ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയണം, ഒന്നും അവരെക്കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല. അവരാണ് ശരിയെന്ന് അവർ വിശ്വസിക്കും. നമുക്ക് പ്രായമായ മനുഷ്യരും തിരുത്താൻ പറ്റാതെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ ഇത്രയും നാൾ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർ ഇത്രയും നാൾ ജീവിച്ചതാണ്. അപ്പോൾ അവർ സ്വയം തിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ മാനസാന്തരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുകയും ചെയ്യാം. അപ്പം അതിനുള്ള ഉത്തരം കഠിനഹൃദയരായ മനുഷ്യർക്ക് വേണ്ടി, അവരുടെ മാറ്റത്തിന് വേണ്ടി ഞാൻ ഇനിയും സഫർ ചെയ്യണോ എന്നുള്ളതിൻ്റെ ഉത്തരം മാരേജുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തണം. അതിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലില്ല, ഈശോയുടെ കയ്യിലുണ്ടാവും. ഈശോയോട് നിങ്ങൾ ചോദിക്കണം, ഈശോയെ ഞാൻ ഇത്രയും സഹിച്ചു, ഞാൻ ഇത്രയും സഫർ ചെയ്തു, ഈ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു, പല ഒരു ഇതിലേക്ക് ഞാൻ പോയി, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പ എന്ന് നിങ്ങൾ തന്നെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ചോദിക്കണം. ഈശോ പറയുവാണ്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയം ഉണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുക. പിന്നെ പുതിയ കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ ദൈവം പറയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന പോലെ ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഉത്തരം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം കഠിനഹൃദയരായ മനുഷ്യർക്ക് ഞാൻ പറയുന്നത് മാനസാന്തരം എപ്പോൾ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. പക്ഷെ കഠിനഹൃദയരായതുകൊണ്ട് ഇതിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, പൂർണ്ണമായിട്ടും ചാൻസ് ഇല്ലാതില്ല, പക്ഷെ അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ആ ലൈഫ് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടല്ലോ, നമ്മൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യണോ അതോ നമ്മുടേതായ ഒരു ജീവിതം ജീവിക്കണോ എന്നുള്ളത്, ഇത് ഗ്രേസുമായി റിലേറ്റ് ചെയ്ത കാര്യം. നിങ്ങൾക്ക് എന്ത് കൃപ കിട്ടുന്നു എന്നുള്ളതനുസരിച്ച് പിന്നെ അത് വ്യക്തിപരമായി നിങ്ങൾക്ക് കണ്ടെത്തേണ്ട ഉത്തരവാണ്. അത് ദൈവത്തോട് ആരാഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ മാറി, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു ഉത്തരം തോന്നുന്നത് അതിനെ ഫോളോ ചെയ്യുക. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ ലൈഫാണ്. ദൈവം കുറേ പറയും കേട്ടോ, നമ്മളോട് വെയിറ്റ് ചെയ്യാനും, നമ്മളോട് കാത്തിരിക്കാനും, സഫർ ചെയ്യാനും, കുരിശിലേറാനും, നാണം കെടാനും ഒക്കെ ദൈവം പറയും കേട്ടോ. പക്ഷെ ഒരു സമയത്തിൽ ദൈവം നീതിപൂർവമായ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. നമുക്കൊരു നീതി ദൈവം വാങ്ങിത്തരും. ഈ കഠിനഹൃദയരായ മനുഷ്യർക്ക് വേണ്ടി ലൈഫ് ഒരുപാട് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യർക്ക് ഒരു നീതി ദൈവം നേടിത്തരും. അപ്പോൾ ദൈവത്തോട് തന്നെ ചോദിച്ച് നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.